അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു ഖത്തറിൽ വന്നിട്ട് ഒരു ലൈറ്റ് ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഡിസംബർ 8 തൊട്ട് ഡിസംബർ 31 വരെ ഖത്തർ നാഷണൽ ഡേ സ്പെഷ്യലായിട്ടുള്ളൊരു ലൈറ്റ് ഷോ ആയിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ആൾ അത്ര വലിയ ഹാപ്പി ഒന്നും ആയിരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകണതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കക്ഷീണത്തിലൊക്കെയാണ് ആൾ പോയിരുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഞങ്ങൾക്ക് ഷുവറായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ലൈറ്റ് ഷോ ആണ് അവിടെ നടക്കണേ എന്നുള്ള ഒരു വീഡിയോസിൻ്റെ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ആദ്യം തന്നെ എൻട്രി ചെയ്യണത് ഒരു അംബർല പാർക്കിലേക്കാണ് കേട്ടോ. ഇതാണ് അംബർല പാർക്ക്. അവിടെ അംബർല കൊണ്ടുള്ള ഒരു ടണലാണ് ഈ കാണുന്നത്. ഓൾറെഡി അവിടെ ആ ടണലുള്ളതാണ് കേട്ടോ, അംബർല കൊണ്ടുള്ളൊരു ടണൽ. പക്ഷേ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഖത്തർ നാഷണൽ ഡേയുടെ സ്പെഷ്യലായിട്ട് ലൈറ്റ് ഷോൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ നമുക്കിത് കാണുമ്പോൾ. അംബർല കൊണ്ടുള്ള ആ ടണൽ തന്നെ കാണാൻ നല്ല രസമാണ്. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു ഭംഗി അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെ നിന്നിറങ്ങി നമ്മൾ നേരെ ചെല്ലണത് തിയേറ്റർ പാർക്കിലേക്കാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള ലൈറ്റ് ഷോസൊക്കെ സെറ്റ് ചെയ്തുള്ളത് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് അട്രാക്ഷനാണ് ഈ കാണുന്ന ഇഗ്ലൂ ഷേപ്പിലൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു കൂടാരം പോലെ പണിതിട്ടുള്ളത്. അതിലേക്ക് ലൈറ്റ്സൊക്കെ അടിച്ചിട്ട് നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂ നിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. ആദ്യമൊന്നും കല്ലു സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കരച്ചിലോട് കൂടിയിട്ടാണെച്ചാലും കയറി. അത് കഴിഞ്ഞ് അവിടെ കയറിയപ്പോൾ അത്രയും ആ ക്യൂ നിന്നതിന് അത്രയും വർത്ത് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടാണ്. അത്രയും നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ക്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇത്രയും ക്യൂ നിന്നിട്ട് അവിടെ പോയി കാണാനുള്ള ക്ഷമ ഞങ്ങൾക്കുണ്ടെങ്കിൽ കൂടി കല്ലൂരില്ല. അങ്ങനെ ഞങ്ങൾ ആ ദൗത്യം ഉപേക്ഷിച്ചിട്ട് അവിടെ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്ലൂരിന് പിന്നെ വേറൊരു സ്ഥലം വേണ്ട. അവിടെ പോയി നോക്കിയപ്പോൾ കുട്ടികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അന്ന് ആ പാർക്ക്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടുള്ള ഇഷ്യൂസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കല്ലൂരിനെ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് നിർത്തി. പക്ഷേ ചേച്ചിമാരെ കൊണ്ടും ചേട്ടന്മാരെ കൊണ്ടും കല്ലൂരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ചേട്ടന്മാർ ചവിട്ടി കൂട്ടുന്ന കണ്ടപ്പോൾ കല്ലുവിനെ വേഗം ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഞങ്ങൾ പോയത് ലൈറ്റ്സിൻ്റെ തന്നെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. LED ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ളൊരു തരം ഷോ. അതിനും നല്ല ക്യൂ തന്നെയായിരുന്നു. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. നല്ല രസമല്ലേ കാണാനായിട്ട്. നേരത്തെ കാണിച്ചു തന്ന LED ഡിസ്പ്ലേയുടെ ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ് കേട്ടോ ഈ ലൈറ്റ്സൊക്കെ. അത് നോക്കി നിൽക്കുകയാണ് കല്ലു. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കാനായിട്ട് പോയി. ക്യൂവിൽ നിൽക്കുമ്പോഴും നമുക്ക് പുറത്ത് നിന്നിട്ട് കുറേയൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ടിറങ്ങിയപ്പോഴേക്കും രാത്രി 11 മണി 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.